Hello everyone, welcome to Delicious Recipes. ഇന്ന് നമുക്ക് നല്ല നാടൻ രീതിയിൽ ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കിയാലോ. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ഡെലിഷ്യസ് റെസിപ്പീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് 3 വലിയ സവാളയാണ് ഞാൻ എടുത്തത്. ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, കറിവേപ്പിലയും, പിന്നെ നമുക്ക് വേണ്ടത് 4 മുട്ടയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ മുട്ടയൊന്ന് വേവിച്ചെടുക്കണം. 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 3 വലിയ സവാളയാണ് ഞാൻ എടുത്തത്. മീഡിയം സൈസിലുള്ള സവാളയാണെങ്കിൽ 4 എണ്ണമെങ്കിലും എടുക്കണം. ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ കൂടുതൽ സവാള ആവശ്യമുണ്ട്. അല്ലെങ്കിൽ സവാളയൊക്കെ വഴന്ന് മുട്ട റോസ്റ്റ് തയ്യാറായി വരുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ സവാളയൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ മുട്ട റോസ്റ്റ് നല്ല ടേസ്റ്റി ആവുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 2 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത്. ഏകദേശം 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ടിത്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുട്ട റോസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഈ പൊടിവകകളെല്ലാം നന്നായിട്ട് ഈ സവാളയുമായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന ശേഷം മാത്രമേ ഈ പൊടികളൊക്കെ ചേർക്കാവുള്ളൂ. അതിനുശേഷം ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഈ 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മുട്ട റോസ്റ്റ് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ പൊടികളുടെ എല്ലാം പച്ചമണം ഇവിടെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരണം. അപ്പോൾ നമുക്കിതൊരു 3 മിനിറ്റെങ്കിലും എടുക്കും. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വരണം. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തക്കാളി നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാനുണ്ട്. കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/4 ഗ്ലാസ് മുതൽ 1/2 ഗ്ലാസ് വരെ വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിവിടെ 1/4 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് വളരെ എളുപ്പമാണ്.
ആ സവാളയൊന്ന് വഴറ്റിയെടുക്കുന്ന താമസമേ ഉള്ളൂ. സവാള നന്നായിട്ട് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ വളരെ രുചികരമായിട്ടുള്ള മുട്ട റോസ്റ്റ് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുപോലെ മുട്ട ഒന്ന് വരഞ്ഞിട്ടാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മുട്ട വരഞ്ഞ് ചേർത്ത് കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ലതുപോലെ ഉള്ളിലേക്ക് പിടിക്കും. പിന്നെ ഈ മസാല നമുക്ക് ഈ മുട്ടയിലേക്കൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം. അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മുട്ട റോസ്റ്റ് ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മസാലയൊക്കെ ഇങ്ങനെ വെച്ച ശേഷം ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇത് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. ആ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു 3-4 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുന്നത്. ഇപ്പോൾ 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ദേ കണ്ടില്ലേ, വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ മുട്ട റോസ്റ്റ് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കൂടി അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.